ഇതെന്തിനാ ചേച്ചി ഇങ്ങനെ കീറിയത്? ഗിഫ്റ്റ് കൊടുക്കാനുള്ളതല്ലായിരുന്നോ? ചിരിക്കല്ലേ. ഇത് കണ്ടോ, നീ മിസ്സിൻ്റെ പാലുകാച്ചിന് പോകാൻ പോവാണ് കേട്ടോ. നട കഴിഞ്ഞ ദിവസമാണ് വീടിൻ്റെ പകുതി പണി പൂർത്തിയായ വീഡിയോ ഇട്ടത്. ഇന്ന് പാലുകാച്ചാണ്. ജയ മിസ്സിൻ്റെ പാലുകാച്ചിന് പോകാനുള്ള ഗിഫ്റ്റ് ഇതൊന്നും അല്ല കേട്ടോ. ഗിഫ്റ്റ് ഞങ്ങൾ മേടിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത് ഇറ്റൂസിനും ടാനൂസിനും കൊടുക്കാനുള്ള ഗിഫ്റ്റാണ്. അങ്ങനെ നമ്മൾ പാലുകാച്ചിന് പോവാണ്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കാണി. ഞങ്ങൾ പുതിയ ഉപ്പൊക്കെ ഇട്ട് എവിടെ പോവാ? അങ്ങനെ കുന്നിക്കോട് ഇലക്ട്രോണിക്സ് കടയിൽ എത്തി കേട്ടോ. എനിക്ക് ഈ കടയിൽ ചെന്ന് കയറുന്നതിന് വരെയും കൺഫ്യൂഷനിൽ നിൽക്കും, എന്താണ് മേടിച്ച് കൊടുക്കുന്നത്. നമുക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോഴേ അവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള കാര്യം വേണമല്ലോ നമ്മൾ പാലുകാച്ചിന് മേടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മേടിച്ച് കൊടുക്കുന്ന ഗിഫ്റ്റ് വേറെ ആരെങ്കിലും കൊണ്ടുവരുമോ, അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനാണ് എനിക്ക് കേട്ടോ. അത് എവിടെ പാലുകാച്ചിന് പോയാലും പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ അവസാനം ഒരു ഡിസിഷൻ എടുത്തു. കാര്യം ഏറ്റവും കൂടുതൽ എനിക്ക് കിച്ചണിൽ ഉപയോഗം എന്ന് വെച്ചാൽ ഈ ഇൻഡക്ഷൻ കുക്കറാണ് കേട്ടോ. ഗ്യാസ് ഒരു പക്ഷേ തീർന്നാലോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ചായ ഇടാനൊക്കെ ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ് ഇൻഡക്ഷൻ കുക്കർ. അങ്ങനെ ഇൻഡക്ഷൻ കുക്കർ മിക്സിന് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു എയർ ഫ്രയർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നേ ഞാൻ എയർ ഫ്രയർ മേടിക്കണമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ PG കൊണ്ട് ഒരു എയർ ഫ്രയർ കൂടെ മേടിച്ചു കേട്ടോ. എനിക്കത് ഇപ്പോൾ എണ്ണയില്ല വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാതെ ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അതും കൂടെ എനിക്ക് മേടിച്ചു. മിസ്സിനൊരു ഇൻഡക്ഷൻ കുക്കറും മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തായിരുന്നു കേക്കിൻ്റെ ഒരു കടയുണ്ട് നമ്മുടെ ഡാനീസ് കേക്ക് എന്ന് പറഞ്ഞൊരു കട കുന്തിക്കോടുണ്ട്. അവിടെ കയറിയിട്ട് കേക്കിൻ്റെ കടയിൽ കയറുമ്പോൾ നമ്മൾ പിന്നെ കേക്കെല്ലാം കഴിക്കാൻ പറ്റും. അങ്ങനെ കേക്ക് മേടിച്ചു കേട്ടോ. കേക്ക് മേടിച്ചു. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അവർക്ക് ഭയങ്കര ദാഹമാണ്. പിന്നെ അങ്ങനെ ഒരു ഷാർജ മേടിച്ചു. അവരുടെ മറവിൽ ഞാനും കുടിച്ചു കേട്ടോ. അപ്പം കുറേ നാൾക്ക് ശേഷം ഈ മധുരം കഴിക്കുന്നുണ്ടാണോ എന്ന് അറിയത്തില്ല, ഷാർജയും കേക്കും എല്ലാം കൂടെ ഭയങ്കര മധുരമായതുകൊണ്ട് തലയ്ക്ക് തന്നെ ഒരു മന്ദതയായിപ്പോയി കേട്ടോ. പിന്നെ നമ്മളൊരു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ പാലുകാച്ചിന് എത്തിക്കഴിഞ്ഞു. അപ്പോഴത്തേക്ക് പാലുകാച്ചൊക്കെ കഴിഞ്ഞു. എന്നാലും നമ്മൾ എത്തിയിട്ട് ഇറ്റൂസിൻ്റെ പാൻ അവിടെ ചെന്ന് ഊരി പോകുന്നു. പിന്നെ അതൊക്കെ കെട്ടിക്കൊടുത്തിട്ട് അകത്തോട്ട് കയറുകയാണ്. അവൻ ആ ഗിഫ്റ്റ് പൊക്കാൻ വയ്യ, എന്നിട്ടും അവനത് പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ എൻ്റെ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മിസ്സിനെ കണ്ടു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ളൊരു മിസ്സിനെ കണ്ടു. അങ്ങനെ സംസാരിച്ചിട്ട് ഞങ്ങൾ അടുക്കള കാണാനായിട്ട് ചെന്ന് കേട്ടോ. അങ്ങനെ മിസ്സിന് ആ കുഞ്ഞ് ഗിഫ്റ്റ് ആദ്യം കൊടുത്തു കേട്ടോ. അവരുടെ വകയാണെന്ന് വെച്ചിട്ട് ടാനിയുടെ ഇറ്റൂസിൻ്റെ ഭയങ്കര സന്തോഷമായി മിസ്സിന് കേട്ടോ. പിന്നെ ഞങ്ങൾ മേളത്തെ നിലയിലൊക്കെ പോയി റൂംസൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ മെയിൻ കലാപരിപാടിയാണല്ലോ ഫുഡ് അടി എന്ന് പറയുന്നത്. ഫുഡ് അടിക്കാൻ ആദ്യം തന്നെ കുഞ്ഞിന് കൊടുത്തിട്ട് ശേഷമേ കഴിച്ചാലേ എനിക്കൊരു സമാധാനമുള്ളൂ കേട്ടോ. പിന്നെ ആ മധുരം എല്ലാം കഴിച്ചാൽ ആകെ ഒരു മത്ത് പിടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പെതുക്കെ ഇങ്ങനെ ഇറങ്ങി കേട്ടോ. അങ്ങനെ പാലുകാച്ചൊക്കെ കഴിഞ്ഞു. എന്ത് ചെയ്യും രണ്ടുപേര്? അങ്ങനെ പാലുകാച്ചൊക്കെ കഴിഞ്ഞു. ഇനി എന്താ ഒരു ഉറക്കമാവാം അല്ലേ? അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലിയായിരുന്നു കേട്ടോ ഗേറ്റ് തുറക്കുക എന്നുള്ളത്. കാര്യം ആൻഡൂസ് ബാക്കിലായിരുന്നേ. അപ്പോൾ ഞാൻ ചാടി ഇറങ്ങി ഗേറ്റൊക്കെ തുറന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.